belong. We are the army of Christ. Born by His blood, cleansed by His word, born of the Spirit to the risen Jesus Christ. We belong. By His blood, cleansed by His word, born of the Spirit to the risen Jesus Christ. We belong. We are the army of Christ. We are Christ army. We are the army of Christ. We are Christ army. Not by sight, but by the faith we live. Not against flesh, not against flesh, but against the forces of darkness we fight. We are the army of Christ. We are the army of Christ. We are Christ army. We are the army of Christ. We are the army of Christ. We are Christ army. We are the army of Christ. We are Christ army. ഹായ് ചിൽഡ്രൻ. നമ്മുടെ ഗ്രാൻഡ് പേരൻസും പേരൻസും അച്ഛന്മാരും സിസ്റ്റേഴ്സും എല്ലാവരും പറയും പ്രാർത്ഥിക്കുമെന്ന്. ഈ പ്രാർത്ഥന എന്ന് വെച്ചാൽ എന്താ? അതിനെക്കുറിച്ച് അറിയാനായി ഇന്ന് നമുക്ക് ക്രൈസ്റ്റ് ആർമിയോടൊപ്പം ചേരാം. Praise the Lord. Praise the Lord. Okay. സന്തോഷമാണോ? ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ പ്രാർത്ഥിക്കാൻ ഇഷ്ടമാണല്ലേ? അപ്പം ഈശോ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരെയാണെന്നറിയാവോ? കുഞ്ഞുങ്ങളെ. നിങ്ങളെ ഓരോരുത്തരെ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരാ? കുഞ്ഞുങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും ഈശോ തരും, ഉറപ്പാ. നിങ്ങൾ എന്ത് കാര്യം ചോദിച്ചാലും ഈശോ അത് തരും നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. ഒരിക്കൽ ഒരു അപ്പച്ചനും അമ്മച്ചിയും ഒരു ചെറിയ ഫാമിലിയാണ്. എത്ര പിള്ളേരുണ്ട്? 4 മക്കളുണ്ട്. 4 മക്കളും അപ്പനും അമ്മയും. ഈ അപ്പനും അമ്മയും എല്ലാ ദിവസവും രാവിലെ ദൂര സ്ഥലത്ത് കൂലിപ്പണി, പൂവർ പീപ്പിളാണ്, പാവപ്പെട്ടവരാണ്, പൈസയൊന്നുമില്ല, ദൂരദേശത്ത്, ദൂരെ എന്ന് പറഞ്ഞാൽ കുറേ ദൂര സ്ഥലത്ത് ജോലി ചെയ്യാൻ പോകും. അപ്പം ഈ 4 കുഞ്ഞുങ്ങൾ, ഏറ്റവും മൂത്തത് 4 പഠിക്കുന്നു, പിന്നെ 3, 2 LKG. അങ്ങനെ 4 കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ശനിയാഴ്ചയും ജോലിക്ക് പോകും. ശനിയാഴ്ച സാറ്റർഡേയിലും ജോലിക്ക് പോകും. സാറ്റർഡേ ഈ കുഞ്ഞുങ്ങൾ വീട്ടിൽ കാണും, സ്കൂളിൽ പോകുകയില്ല, കാരണം ചുട്ടിയാണ്, അവധിയാണ്. അപ്പോൾ അവർ പപ്പായും മമ്മിയും പറഞ്ഞു, നിങ്ങൾ വീടിൻ്റെ പുറത്തിറങ്ങരുത്, കാരണം പുറത്ത് പോയി റോഡിൻ്റെ സൈഡിലാണ്, അപ്പോൾ വാഹനങ്ങളൊക്കെ വന്ന് ആക്സിഡൻ്റൊക്കെ ഉണ്ടാകും, അതുകൊണ്ട് വീടിൻ്റെ അകത്തേ ഇരിക്കാവുള്ളൂ, പുറത്ത് വാതിലൊന്നും തുറക്കരുത്, ആര് വന്ന് മുട്ടിയാലും തുറക്കരുതെന്ന് പറയും. ഓക്കെ, അവർ സമ്മതിച്ചു. പപ്പായും മമ്മിയും ജോലിക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പം കുഞ്ഞുങ്ങളല്ലേ, നിങ്ങളാണെങ്കിൽ വീട്ടിൽ അടങ്ങിയിരിക്കുമോ? ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കും. അതൊക്കെ വാതിൽ തുറന്നു കുറച്ച് നേരം ഇരുന്ന് കളിച്ചപ്പം ഒരു സാത്താൻ്റെ വേഷമിട്ട് ഒരു ചേട്ടൻ കയറി വന്നു. 2 കൊമ്പൊക്കെ ഉണ്ട്. പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു കാര്യമുണ്ട്, പപ്പായും മമ്മിയും നന്നായിട്ട് കുരിശ് വരയ്ക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. രാത്രി കിടക്കുമ്പോൾ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ കുരിശ് വരയ്ക്കണമെന്ന് ഇവരോട് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കണ്ട് പേടിക്കുവാണെങ്കിൽ, എന്തെങ്കിലും കാണുവാണെങ്കിൽ ഒക്കെ കുരിശ് വരച്ചോണം പറഞ്ഞു. അത് കുഞ്ഞുങ്ങൾക്ക് അറിയാം, നന്നായിട്ട് അറിയാം. ഈ ചേട്ടൻ ഇങ്ങനെ വന്നപ്പോഴത്തേനും കതക് തുറന്ന് ഇവർ മുറ്റത്തിരുന്ന് കളിക്കുക. ഈ ചേട്ടന് 2 കൊമ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് തോന്നി ഇത് സാത്താനാ, പിശാചാ. കുഞ്ഞുങ്ങളിനാ ഇത്. കൈ കൂട്ടി നിന്ന് വേഗം കുരിശ് വരച്ചോടെ ചെകുത്താൻ എന്ന് പറഞ്ഞു ഒറ്റ കാറിക്കൊണ്ട് ഓടിപ്പോയി. അപ്പം കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി, പപ്പായും മമ്മിയും ഇവരോട് പറഞ്ഞിട്ടുണ്ട്, കുരിശ് വരച്ചാൽ എല്ലാ ശത്രുക്കളിൽ നിന്നും ഈശോ സംരക്ഷിക്കുമെന്ന്. അപ്പോൾ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു? സന്തോഷമായി. ഒരു വാതിലൊക്കെ അടച്ച് അകത്ത് കയറിയിരുന്നു. പപ്പായും മമ്മിയും വന്നു. അവർ വന്ന പാടെ പറഞ്ഞു, പപ്പാ മമ്മി ഇങ്ങനെ ഒരു 2 കൊമ്പുള്ള ഒരു ചേട്ടൻ വന്നു, ഞങ്ങൾ പെട്ടെന്ന് നെറ്റിയെ കുരിശ് വരച്ചു ഓടിപ്പോയെന്ന് പറഞ്ഞു.
അപ്പോൾ അവർക്ക് സന്തോഷമായി. നല്ല മക്കൾ. അതാണ് കുരിശ് വരയ്ക്കുമ്പോൾ എല്ലാ പൈശാചിക ശക്തികളും മാറിപ്പോവും. അപ്പം പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിപ്പം ദേവാലയത്തിൽ ആദ്യമായിട്ട് കടന്നു വരുമ്പോൾ നമ്മൾ പറയല്ലേ, കാറ്റഗിസം ടീച്ചേഴ്സ് നിങ്ങളോട് പറയല്ലേ, കുരിശ് വരയ്ക്കണം, നെയിം ഓഫ് ദ ക്രോസ് അല്ലേ? എങ്ങനെയാണ് കുരിശ് വരയ്ക്കുന്നത്? വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അപ്പം കുരിശ് വരയ്ക്കുമ്പം ആദ്യം നമ്മൾ ഇങ്ങനെയാണ് കുരിശ് വരയ്ക്കുന്നത് അല്ലേ? വിശുദ്ധ കുരിശിൻ്റെ. അപ്പം ആദ്യം നമ്മുടെ ബുദ്ധി, നമ്മുടെ തോട്ട്സ് എല്ലാം പോസിറ്റീവ് ആക്കണമേ ഈശോയെ. എൻ്റെ വിചാരങ്ങൾ നല്ല ഗുഡ് തോട്ട്സ് എനിക്ക് തരണമേ. ഇങ്ങനെ വരയ്ക്കുമ്പോഴുള്ള മീനിങ് അതാണ്, നല്ല ഗുഡ് തോട്ട്സ്. പിന്നെ ഇവിടെ നമ്മൾ ബാഡ് വേർഡ്സ് ഒന്നും പറയരുത്. ഇവിടെയും കുരിശ് വരച്ചു. പിന്നെ ഇവിടെ വന്നു നമ്മുടെ ഹാർട്ട്, ഹൃദയം വിശുദ്ധീകരിക്കണമേ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ശത്രുക്കളിൽ നിന്നും ഈശോ നമുക്ക് സംരക്ഷണം നൽകും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? പള്ളിയിൽ വരുമ്പോൾ, ദേവാലയത്തിൽ വരുമ്പോൾ വന്ന പാടെ ഇങ്ങനെ വരയ്ക്കരുത്. നന്നായിട്ട് ഇങ്ങനെ കൈയുടെ ഈ ഉള്ളം കൈ എടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ കുരിശ് വരയ്ക്കണം. ചിലർക്ക് ഇങ്ങനെ ഈ നഖം കൊണ്ടാണ് കുരിശ് വരയ്ക്കുന്നത്. അങ്ങനെയല്ല, ഇങ്ങനെ ഇതിൻ്റെ അകം കൊണ്ട് കുരിശ് വരയ്ക്കണം. അപ്പം ഈശോ എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കും. ഒരു ദിവസം ഞാനിങ്ങനെ കാറ്റഗിസം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും ഈശോ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും, നിങ്ങൾക്ക് അനുഗ്രഹം തരുമെന്ന്. അപ്പോൾ അവൾ എഴുന്നേറ്റ് ചോദിച്ചു, സിസ്റ്ററെ ശരിയാണോ? ഞാൻ പറഞ്ഞു ശരിയാ. പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ? ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ഒരു 10 സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിത്യാഗ പ്രവൃത്തി കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു. 10 എണ്ണമോ സിസ്റ്റർ? ഞാൻ പറഞ്ഞു 10 എണ്ണം. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളോട് എല്ലാവരോടും പറഞ്ഞു, ഒന്നാമത് ഒരു റോസറി ചെല്ലാൻ പറ്റുമോ? അവൾ പറഞ്ഞു ഒരു റോസറി അല്ലേ ഉള്ളൂ, ഒന്നല്ലേ ഉള്ളൂ, അതെനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു സൺഡേ അല്ലാതെ ഒരു ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറ്റുമോ? അവൾ ഫ്രൈഡേ ഞാൻ പോയിക്കോളാം സിസ്റ്റർ എന്ന് പറഞ്ഞു. 2 എണ്ണമായി. പിന്നെ ഒരു 25 പ്രാവശ്യം ഈശോയെ നിന്നെ സ്നേഹിക്കുന്നു, ഐ ലവ് യു ജീസസ് എന്ന് പറയാൻ പറ്റുമോ? അത് വെരി ഈസി, ഇപ്പം തന്നെ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പം 3 എണ്ണമായി. പിന്നെ അവൾ പറഞ്ഞു എനിക്ക് ഒരു കാര്യം കൂടെ ചെയ്യാൻ പറ്റും, എനിക്ക് എൻ്റെ മമ്മിയെ കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ 10 കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ചെയ്യണം. എന്നിട്ട് അവൾ ചെവി വന്ന് പറഞ്ഞു, സിസ്റ്ററെ ഓരോരുത്തരോടും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താ അനുഗ്രഹമാണ് കിട്ടേണ്ടത് അത് നിങ്ങൾ പറഞ്ഞോ, ഈശോ നിങ്ങൾക്ക് തരും. ഈ 10 പരിത്യാഗം ചെയ്തിട്ട് അവൾ ചെവി വന്ന് പറഞ്ഞു, സിസ്റ്ററെ എൻ്റെ പപ്പ കുടിക്കും, മദ്യപിക്കും, വീട്ടിൽ മമ്മിയെ അടിക്കും, എനിക്ക് പഠിക്കാൻ പറ്റിയാല, എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടിയാല, പപ്പ എന്നും ജോലി കഴിഞ്ഞ് വന്ന് മദ്യപിക്കും, എനിക്കത് ഇഷ്ടമില്ല സിസ്റ്ററെ, അതൊന്ന് ഈശോയോട് പറയണം സിസ്റ്റർ. ഞാൻ പറഞ്ഞു മോള് പ്രാർത്ഥിച്ചോ, ഈ 10 സാക്രിഫൈസ് പരിത്യാഗ പ്രവൃത്തികൾ ചെയ്ത് 10 ദിവസം പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഉറപ്പാണോ സിസ്റ്റർ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉറപ്പാണ് കിട്ടുമെന്ന് പറഞ്ഞു. ഈ കുഞ്ഞെന്ത് ചെയ്യുമെന്ന് അറിയാമോ? എല്ലാ ദിവസവും ഒരു റോസറി ചൊല്ലി മമ്മിയെ സഹായിക്കും, പിന്നെ 25 സുഹൃദേവൻ ചെല്ലും. അവൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു പേപ്പറിൽ 10 കാര്യങ്ങൾ എഴുതി എന്നെ കാണിച്ചു. ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും ചെയ്തോ, ഈശോ അത് പപ്പാടെ മദ്യപാനം മാറ്റി തരുമെന്ന് പറഞ്ഞു. അവൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം പപ്പ എന്നും വന്ന് കുടിച്ചിട്ട് വീട്ടിൽ വന്ന് വലിയ ബഹളം ഉണ്ടാക്കും, ഇവൾക്ക് പഠിക്കാൻ പറ്റിയല്ല, ഇവളെ സ്നേഹിക്കുന്നില്ല, അങ്ങനെയല്ല. 10 വർഷമായി അങ്ങനെ തുടങ്ങിയിട്ട്, 10 വർഷം 10 ഇയേഴ്സായി. ഇവൾക്ക് ഭയങ്കര സങ്കടമാണ്. ഇവളെന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചു. വിശുദ്ധ കുരിശിൻ്റെ പള്ളിയിൽ വരുമ്പോൾ പ്രാർത്ഥിക്കും, റോസറി ചെല്ലും, മമ്മിയെ സഹായിക്കും. മമ്മിക്കും അത്ഭുതം, എൻ്റെ കൊച്ചിനൊരു ചേഞ്ച് വന്നല്ലോ, എന്ത് പറ്റി? അപ്പോൾ അവൾ മമ്മിയോട് പറഞ്ഞു, മമ്മി എന്നെ പഠിപ്പിച്ച ടീച്ചർ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അവൾ 10 ദിവസം പ്രാർത്ഥിച്ചു, ഈ പരിത്യാഗ പ്രവൃത്തി എല്ലാം ചെയ്തു. ഈശോയെ എൻ്റെ പപ്പായുടെ മദ്യപാനം മാറ്റി തരണമേ എന്ന്. പക്ഷെ പപ്പ ഒരു ദിവസം ഇവള് പ്രാർത്ഥനാ മുറിയിൽ കയറി ഇങ്ങനെ പ്രാർത്ഥിക്കുക, എൻ്റെ ഈശോയെ എൻ്റെ പപ്പായുടെ മദ്യപാനം നിർത്തി തരണമേ എന്ന് ഇവള് കരഞ്ഞ് പ്രാർത്ഥിക്കുക. പപ്പ അത് പുറകിൽ നിന്ന് കേട്ടു. പപ്പയ്ക്ക് സങ്കടമായി. എൻ്റെ കുഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അല്ലേ? അങ്ങനെ പപ്പ കേട്ടപ്പം പപ്പയ്ക്ക് ഭയങ്കര സങ്കടമായി. പപ്പ വിചാരിച്ചു എന്നാൽ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മദ്യപാനം ഉപേക്ഷിക്കാം. പക്ഷെ അന്നൊന്നും ഉപേക്ഷിച്ചില്ല, 10 ദിവസമൊക്കെ പ്രാർത്ഥിച്ചു. 1 വർഷം കഴിഞ്ഞപ്പം പപ്പ തന്നെ പപ്പയുടെ കൂടി മാറ്റി. ഭയങ്കര സന്തോഷമായി. അവൾ പറഞ്ഞു, ഈ സിസ്റ്ററെ അവൾ ഓടി വന്നു. 1 വർഷം കഴിഞ്ഞ് അവൾ പിന്നെ 5ാം ക്ലാസ്സിലോട്ട് കയറി. 5 കയറി കഴിഞ്ഞിട്ട് എൻ്റെ ക്ലാസ്സിൽ വന്ന് അവൾ പറഞ്ഞു, സിസ്റ്ററെ
അത്ഭുതം മിറക്കിൾ നടന്നു എൻ്റെ വീട്ടിൽ. ഞാൻ വെച്ചാൽ എന്താ, ഞാൻ ആ കാര്യമൊക്കെ മറന്നുപോയായിരുന്നു ഇവളോട് പറഞ്ഞതൊക്കെ. സിസ്റ്റർ അന്ന് എന്നോട് പറഞ്ഞില്ലേ എന്ത് 10 കാര്യം പരിത്യാഗ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈശോ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന്. ഞാൻ ഈ 10 കാര്യവും ചെയ്ത് സിസ്റ്ററെ. 1 വർഷം ഞാൻ കാത്തിരുന്നു. എൻ്റെ പപ്പ ഇപ്പോൾ ഒട്ടും കുടിക്കുകയില്ല, മമ്മിയെ അടിക്കുകയില്ല, എന്നെ ഒരുപാട് സ്നേഹിക്കും. എനിക്ക് ക്ലാസ്സിലിപ്പം ഫസ്റ്റാണ്, നന്നായിട്ട് പഠിക്കാൻ പറ്റി, കോൺസെൻട്രേഷൻ കിട്ടി. അങ്ങനെ പപ്പായോ നേരത്തെ പ്രാർത്ഥിക്കൊന്നുമില്ലായിരുന്നു വീട്ടിൽ. വന്ന് കുടിച്ച് വന്ന് ബഹളം ഉണ്ടാക്കി, ഭക്ഷണമൊന്നും കഴിക്കുകയില്ല, പാത്രമൊക്കെ എടുത്ത് എറിയുമായിരുന്നു, ഭക്ഷണമൊന്നും കഴിക്കാതെ. അപ്പം ഇപ്പം പപ്പ ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് പ്രാർത്ഥിക്കും, ഞങ്ങളുടെ കൂടെ പള്ളിയിൽ വരും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെറിയ പരിത്യാഗം? നിങ്ങൾക്കിപ്പോൾ പപ്പായുടെ കൂടി ആയിരിക്കില്ല, വേറെ വേറെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കാണുമായിരിക്കും അല്ലേ? കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ എന്ത് അനുഗ്രഹമാണ് കിട്ടേണ്ടതെന്ന് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും. അപ്പം ചിലപ്പം ഒരു ജോലി ലഭിക്കാനായിരിക്കാം പപ്പായ്ക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് റൈറ്റിങ് നല്ലതല്ല, അപ്പം നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതാൻ, കോപ്പി എഴുതാൻ, അങ്ങനെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറ്റിയല്ലേ? അപ്പം പ്രാർത്ഥിച്ച് നോക്കിക്കേ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ, ഈശോ ഉറപ്പായിട്ടും തരും. നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് അനുഗ്രഹം വേണ്ടത്? എൻ്റെ ഈശോയെ ഇത്ര കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. ഈശോയ്ക്ക് അത് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾ ഈശോയുടെ അടുത്ത് നിന്ന് ഒന്ന് പോയി ഇരുന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാന, അല്ലെങ്കിൽ നിങ്ങൾ വിശുദ്ധ കുർബാന നിങ്ങൾ വരുമ്പോൾ അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് തിരിയുന്നു, വർത്താനം പറയുന്നു, ഒന്ന് ഞോണ്ടുന്നു കൂട്ടുകാരെ. ഇനി ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ കൈ കൂപ്പി ഞാൻ ഈശോയെ മാത്രം ശ്രദ്ധിച്ച് ഞാൻ പ്രാർത്ഥിക്കും. ഉറപ്പായിട്ടും നിങ്ങൾ ചോദിക്കുന്ന അനുഗ്രഹം ഈശോ തന്നിരിക്കും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കേ. ഈ കുട്ടി അങ്ങനെയാണ് പറഞ്ഞത്, സിസ്റ്റർ പറഞ്ഞതല്ലേ, ടീച്ചർ പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഞാൻ 10 കാര്യം ചെയ്യാം. കാരണം അവളുടെ അപ്പ 10 വർഷമായിട്ട് കുടിയായിരുന്നു, മദ്യപിക്കുമായിരുന്നു. 1 വർഷം കഴിഞ്ഞപ്പം പപ്പയുടെ കുടി കംപ്ലീറ്റ് നിന്നു. അപ്പോൾ ഈശോ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഈശോ ഒരുപാട് അനുഗ്രഹങ്ങൾ തരും. ഒരു വചനമുണ്ട്, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യം. ചോദിക്കുവിൻ നിങ്ങൾക്ക് തരപ്പെടും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഈശോ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തരും. ചോദിക്കുമോ? നിങ്ങൾ തീരുമാനം എടുത്തോ? ഒരു തീരുമാനം എടുക്കണം, ഇപ്പം തന്നെ തീരുമാനം എടുക്കണം. ഈശോയെ ഇന്ന അനുഗ്രഹം, ഈ ബ്ലെസ്സിങ് എനിക്ക് തരണം. ഒന്നെങ്കിൽ പഠിക്കാനായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലെ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ചേച്ചി എന്നെ അടിക്കുമ്പോൾ ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുമായിരിക്കാം, എനിക്ക് ആ സ്വഭാവം ഒന്ന് മാറ്റി തരണം. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് പ്രാർത്ഥിച്ച്. അല്ലെങ്കിൽ ഞാൻ മാത്രമുള്ള എപ്പോഴും എനിക്ക് ഗെയിം കളിക്കണം, അല്ലെങ്കിൽ TV കാണണം, അല്ലെങ്കിൽ പപ്പയോട് ഞാൻ സംസാരിക്കില്ല, എപ്പോഴും ഞാൻ പപ്പയെ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, എന്ത് കാര്യമാണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. എന്നിട്ട് ഒരു കുറച്ച് സാക്രിഫൈസ്, പരിത്യാഗം, ഇത്ര ഞാൻ ചെയ്യും ഈശോയെ. അങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുമ്പോൾ ഈശോ ഒരുപാട് അനുഗ്രഹങ്ങൾ, കൃപകൾ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും നിങ്ങളുടെ പഠന മേഖലയിലും നിങ്ങൾക്ക് തരും. പ്രാർത്ഥിക്കാൻ പറ്റുമോ? അങ്ങനെ എല്ലാവരും പറഞ്ഞേ, പ്രാർത്ഥിക്കാൻ പറ്റുമോ? വെരി ഗുഡ്. അപ്പം നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഈശോയുടെ അനുഗ്രഹം മേടിക്കണം. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കണ്ണുകളടച്ചിട്ട് ഈശോയോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഈശോയെ ഇന്ന അനുഗ്രഹം എനിക്ക് തരണം, അല്ലെങ്കിൽ ഇത്ര പരിത്യാഗ പ്രവൃത്തി ചെയ്തേക്കാം, അല്ലെങ്കിൽ എൻ്റെ മമ്മിയെ ഞാൻ സഹായിക്കാം, അല്ലെങ്കിൽ ഞാൻ പപ്പയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ എനിക്ക് ഞാൻ ചോദിക്കുന്ന ഈ അനുഗ്രഹം നൽകണമേ. ഞാൻ ഈശോയോട് എന്നും പ്രാർത്ഥിക്കുകയും എല്ലാ സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യും. എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. The best way to experience God is prayer. അതുപോലൊരു അനുഭവം ഇതാ. എൻ്റെ പേര് അൽസ മരിയ തോമസ്. ഞാൻ കാമോട്ടെ പാരിഷിൽ നിന്ന് വരുന്നു. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ഒരു കുഞ്ഞ് അനിയനുണ്ട്. ഞാൻ 4-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാനിന്ന് സാക്ഷ്യം പറയാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ പറ്റിയാണ്. എൻ്റെ വീടിൻ്റെ പണി ഇതുവരെയായിട്ടും തീരാറായില്ലായിരുന്നു. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം റിട്രീറ്റിന് പോയി. അവിടെ ആരാധനയുടെ സമയത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു, എൻ്റെ വീടിൻ്റെ പണി പെട്ടെന്ന് തീരണമേ ഈശോ എന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ ഞാൻ റിട്രീറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ
നവംബർ 10 തന്നെ എൻ്റെ വീടിൻ്റെ കയർത്താമസമായി. ഇത്രയും വലിയൊരു ഗ്രേസാണ് ഈശോ എനിക്ക് തന്നത്. പ്രാർത്ഥിക്കാൻ നമ്മെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ദൈവവചനമാണ്. അതുകൊണ്ട് നമുക്കിന്നൊരു വചനം പഠിക്കാം. വിശുദ്ധ മത്തായി 7:7. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഇനി നമുക്കൊരു തീരുമാനം എടുക്കാം. പ്രാർത്ഥിക്കുന്നത് ഇനി നാവ് കൊണ്ടല്ല, ഹൃദയം കൊണ്ടാവാം. ഓക്കെ, സീ യു നെക്സ്റ്റ് വീക്ക്. Born by His blood, cleansed by His word, born of the Spirit to the risen Jesus Christ we belong. We are the army of Christ. Born by His blood, cleansed by His word, born of the Spirit to the risen Jesus Christ we belong. By His blood, cleansed by His word, born of the Spirit